അപ്പൊ എക്സസൈസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12.1 in the question ഈ പറയുന്നത് ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ക്ലോസ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യണമെന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ദ സൈസ് ഓഫ് ദി ആറ്റമിക് തോംസൺസ് മോഡൽ ഈസ് ഡാഷ് ദ അറ്റോമിക് സൈസ് ഇൻ റദർഫോർഡ് മോഡൽ. അതായത് നമ്മൾ എന്ത് ചെയ്തു? ആറ്റത്തിന്റെ മോഡൽ തോംസൺ പറഞ്ഞു, റദർഫോർഡ് പറഞ്ഞു, ബോറും ഒക്കെ പറഞ്ഞു. അതിൻ്റെ അകത്ത് തോംസൺ പറഞ്ഞ സൈസ് ആറ്റത്തിന്റെ സൈസും റദർഫോർഡ് പറഞ്ഞ ആറ്റത്തിന്റെ സൈസും തമ്മിൽ എങ്ങനെ അവർ തമ്മിലൊരു കമ്പാരിസൺ ആ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അവിടെ എന്ത് വരും? ഇവിടെ പറഞ്ഞേ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ? നോ ഡിഫറൻറ്റ് ഫ്രം എന്നാ വരുന്നത്. ഓക്കെ അല്ലെ. മച്ച് ഗ്രേറ്റർ ദാനും അല്ല, മച്ച് ലെസ് ദാനും അല്ല. എന്താ വേണ്ടേ? നോ ഡിഫറൻറ്റ് ഫ്രം എന്നാ പറയേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? ദി സൈസ് ഓഫ് ദി ആറ്റം ഇൻ തോംസൺസ് മോഡൽ ഈസ് എന്ത് വരും ഇവിടെ? നോ ഡിഫറൻറ്റ് ഫ്രം എന്തെന്ന് വരും? ദ അറ്റോമിക് സൈസ് ഇൻ റദർഫോർഡ് മോഡൽ. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ നോ ഡിഫറൻറ്റ് ഫ്രം. ഇനി നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തോ ബി പാർട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഡാഷ് ഇലക്ട്രോൺസ് ആർ ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വൈൽ ഇൻ ഡാഷ് ഇലക്ട്രോൺസ് ആൾവേസ് എക്സ്പീരിയൻസ് എ നെറ്റ് ഫോഴ്സ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റില് ഏതോ ഒരു മോഡലിന്റെ, നമുക്ക് ഓപ്ഷനിൽ 2 മോഡൽ തന്നിട്ടുണ്ട് അല്ലെ. തോംസൺസ് മോഡലും ഉണ്ട്, റദർഫോർഡ് മോഡലും ഉണ്ട്. അതിന്റെ ഏതിലാണ് ഇലക്ട്രോൺസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞത്? തോംസൺസ് മോഡലിലാണ്. അപ്പൊ ഇവിടെ എന്ത് വരും ആൻസർ? തോംസൺസ് മോഡൽ. ഓക്കെ അല്ലേ. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് തോംസൺസ് മോഡൽ ഇലക്ട്രോൺസ് ആർ ഇൻ എന്തെന്ന് വരുവാ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. വൈൽ ഇൻ ആദ്യ മോഡലില്ല, റദർഫോർഡിന്റെ മോഡൽ വരുമ്പോൾ റദർഫോർഡ്സ് മോഡൽ എന്ത് വരും പറഞ്ഞേ? ഇലക്ട്രോൺസ് ആൾവേസ് എക്സ്പീരിയൻസ് എ നെറ്റ് ഫോഴ്സ്. ഇലക്ട്രോൺസിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ അല്ലേ. എയും ക്ലിയർ ആയി, ബിയും ക്ലിയർ ആയി. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി നമുക്ക് എന്തിലോട്ട് പോടാം? സി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്ത് സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ? എ ക്ലാസിക്കൽ ആറ്റം ബേസ്ഡ് ഓൺ ഡാഷ് ഈസ് ഡൂംഡ് ടു കൊളാപ്സ്. അതായത് ഇതിന്റെ 2 ഓപ്ഷൻ ഉണ്ട്, തോംസൺസ് മോഡലും റദർഫോർഡ് മോഡലും. അതിന്റെ ഏത് മോഡലിലാണ് എന്തോ ക്ലാസിക്കൽ ആറ്റം എന്ത് ചെയ്യുന്നത്? കൊളാപ്സിലോട്ട് ഡൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൂം ടു കൊളാപ്സ്. ഏത് മോഡലിലായിരുന്നു? റദർഫോർഡ് മോഡലിലായിരുന്നു. ആരുടേതിലായിരുന്നടാ? റദർഫോർഡ് മോഡലാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഈ ക്ലാസിക്കൽ ആറ്റം ബേസ്ഡ് ഓൺ റദർഫോർഡ് മോഡൽ ഈസ് എന്താണ്? ഡൂംഡ് ടു കൊളാപ്സ്. റദർഫോർഡിന്റെ മോഡലാണ് കൊളാപ്സ്. അതായത് ആറ്റത്തെ സ്റ്റെബിലിറ്റിയിൽ അത് എനർജി റേഡിയേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നത്? വന്ന അവസാനം ആറ്റം എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് വന്ന ആറ്റത്തിന് ന്യൂക്ലിയസ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? കൊളാപ്സ് ആയി പോകുന്നു പറയുന്നത് അല്ലേ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഡി പാർട്ട് ക്വസ്റ്റ്യൻ. എന്തോ ഡി പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് ആൻ ആറ്റം ഹാസ് എ നിയർലി കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ഡാഷ് ബട്ട് ഹാസ് എ ഹൈലി നോൺ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഡാഷ്. അതായത് തോംസൺ മോഡലും ഉണ്ട്, റദർഫോർഡ് മോഡലും ഉണ്ട്. അതിൻ്റെ അകത്ത് ഏത് മോഡലിലാണ് ആറ്റത്തിന് ഒരു നിയർലി ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്? ഏത് മോഡലിലായിരുന്നു? തോംസൺസ് മോഡലിലായിരുന്നു. ഏത് മോഡലിലായിരുന്നടാ? തോംസൺസ് മോഡലിലായിരുന്നു. ഓക്കെ അല്ലേ. ബട്ട് ഹാസ് എ ഹൈലി നോൺ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു നോൺ യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഏതിലായിരുന്നടാ? റദർഫോർഡ് മോഡലിലായിരുന്നു. റദർഫോർഡ് മോഡൽ. ഓക്കെ അല്ലേ. An atom has a nearly continuous mass distribution in a Thomson's model but has a highly non-uniform mass distribution in Rutherford's model. ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് പോവാം. ഈ പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തോ ഈ പാർട്ട് ക്വസ്റ്റ്യൻ? ദ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ട് ഓഫ് ദി ആറ്റം പോസസ് മോസ്റ്റ് ഓഫ് ദി മാസ് ഇ. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്, ഒരു ആറ്റത്തിൽ എന്താണ്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ആണ്. ആ പാർട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടാണ് മോസ്റ്റ് ഓഫ് ദി മാസ് എന്ത് ചെയ്യുന്നത്? പൊസസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഏത് മോഡലിലായിരുന്നു? ക്വസ്റ്റ്യൻ റദർഫോർഡ് മോഡലാണോ അതോ ബോത്ത് ദ മോഡൽസിലാണോ? ഏതിലാണ്? ബോത്ത് ദ മോഡൽസ്. 2 മോഡൽ, റദർഫോർഡ് ആയിട്ട് അതിൽ തോംസൺ ആയിക്കട്ടെ, 2 മോഡലിൽ എന്താടാ പറഞ്ഞത്? പോസിറ്റീവ് ചാർജ്ഡ് പാർട്ട് ഓഫ് ദി ആറ്റം പൊസസ് മോസ്റ്റ് ഓഫ് ദി മാസ് എന്നല്ല പറഞ്ഞത്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ബോത്ത് ദി മോഡൽസ് ആയിരിക്കും ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ 12.2 Suppose you are given a chance to repeat the alpha particle scattering experiment using a thin sheet of solid hydrogen in place of the gold foil. Hydrogen is a solid at temperatures below 40 Kelvin. What results do you expect? എന്തുകൊണ്ടുള്ള നമ്മുടെ റദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നമ്മൾ ഗോൾഡ് ഷീറ്റല്ലേ യൂസ് ചെയ്ത്, ആൽഫ പാർട്ടിക്കലും ഗോൾഡ് ഷീറ്റായി യൂസ് ചെയ്ത്. ഇവിടെ ഗോൾഡ് ഷീറ്റിന് പകരം അല്ലെങ്കിൽ ഗോൾഡ് കോയിലിന് പകരം എന്ത് യൂസ് ചെയ്യുന്നു? ഞാൻ തിൻ ഷീറ്റ്, ഒരു സോളിഡ് ഹൈഡ്രജന്റെ തിൻ ഷീറ്റായി യൂസ് ചെയ്യുന്നെങ്കിൽ എന്ത് റിസൾട്ട് എനിക്ക് കിട്ടുന്നതെന്നാണ് അല്ലെ. അപ്പൊ ഞാൻ തിൻ ഷീറ്റ് ഓഫ് സോളിഡ് ഹൈഡ്രോജൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഗോൾഡ് ഫോയിലിന് പകരം തിൻ ഷീറ്റ് ഓഫ് സോളിഡ് ഹൈഡ്രോജൻ യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ സ്കാറ്ററിംഗ് ആംഗിൾ എന്താവത്തില്ലടാ? ലാർജ് ആയിരിക്കത്തില്ല. സ്കാറ്ററിംഗ് ആംഗിൾ എന്തായിരിക്കത്തില്ല?
ലാർജ് ആയിരിക്കത്തില്ല. സ്കാറ്ററിംഗ് ആംഗിൾ would not be large enough. കാരണം എന്താണെന്നറിയാവോ, നമ്മുടെ പോകുന്നത്, അതായത് അവിടെ ഇല്ല ആ ഒരു ബോൾ ഫുള്ളിൽ ഇപ്പൊ ഹൈഡ്രജൻ അല്ലേ, അപ്പൊ അവിടുത്തെ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആരെക്കാളും കുറവാണ്. മാസ് ഓഫ് ഹൈഡ്രജൻ, എന്താ ഹൈഡ്രജൻ ഷീറ്റിലെ മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആരാണ്, മാസ് ഓഫ് ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾ. ഇൻസിഡന്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജന്റെ മാസ് എന്താണ്, വളരെ കുറവാണ് അല്ലേ. ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്ര വരും, 6.64 into 10⁻⁻27 കിലോഗ്രാം ആണ്. ഹൈഡ്രജന്റെ മാസ് ആകുമ്പോഴോ 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ ഇങ്ങനെ ഇത് കുറവായത് തന്നെ മാസ് ഓഫ് സ്കാറ്ററിംഗ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ്, ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ മാസ് ഓഫ് സ്കാറ്ററിംഗ് പാർട്ടിക്കിൾ എന്താണ്, അത് ടാർഗറ്റ്, അതായത് ആ ഒരു ന്യൂക്ലിയസ് ആ ഒരു ഹൈഡ്രജൻ ഷിഗ്ലോട്ടിൽ പറഞ്ഞ ആ ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിനേക്കാൾ എന്താണ്, കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യില്ല, ബൗൺസ് ബാക്ക് ചെയ്യത്തില്ല. സോളിഡ് ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നെങ്കിൽ ലാസ്റ്റ് നമുക്ക് പറയാം എന്താ മക്കളെ, ആൽഫ പാർട്ടിക്കിൾസ് വുഡ് നോട്ട് ബൗൺസ് ബാക്ക്. അത് എന്ത് ചെയ്യില്ല, ബൗൺസ് ബാക്ക് ചെയ്യത്തില്ല. കാരണം എന്താണ്, നമ്മുടെ യൂസ് ചെയ്യുന്ന ഹൈഡ്രജന്റെ മാസ് വന്ന് വീഴുന്ന ആ സ്കാറ്ററിംഗ് പാർട്ടിക്കിളിന്റെ മാസിനേക്കാളും വളരെ കുറവാണ്. അപ്പൊ അത് എന്ത് ചെയ്യത്തില്ല, ആൽഫ പാർട്ടിക്കിൾസിനെ ബൗൺസ് ചെയ്യാനുള്ള ഒരു മാസ് ഒന്നുമില്ല. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യില്ല, വുഡ് നോട്ട് ബൗൺസ് ബാക്ക്. ഓക്കെ അല്ലേ. അതുകൊണ്ട് സ്കാറ്ററിംഗ് ആംഗിൾ എന്താകത്തില്ല, വുഡ് നോട്ട് ബി ലാർജ് എനഫ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ. അപ്പം കൺക്ലൂഷൻ നമുക്ക് എന്താ പറയാം, ആൽഫ പാർട്ടിക്കിൾസ് വുഡ് നോട്ട് ബൗൺസ് ബാക്ക് എന്ന് പറയാം. ക്ലിയർ അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12.3. A difference of 2.3 electron volts separates two energy levels in an atom. What is the frequency of radiation emitted when the atom makes a transition from the upper level to the lower level? അതായത് അപ്പർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് വരുമ്പോഴുള്ള ഒരു ഫ്രീക്വൻസി എത്രയാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എനർജി എത്രയാണ് തന്നിട്ടുണ്ട്, E=2.3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേടാ. ഇതിനെ ജൂളിലാക്കാം. ഇങ്ങനെ 2.3 into 1.6 into 10⁻⁻19 ജൂൾ എന്ന് എഴുതിക്കൂടെ. ഇതപ്പോ എത്ര കിട്ടും, 3.68 into 10⁻⁻19 ജൂൾ എന്ന് കിട്ടി എനർജി. ക്ലിയർ അല്ലേടാ. ഓക്കെ, ഇനി ന്യൂ ആണ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അതായത് ആ ഒരു ആറ്റം ട്രാൻസിസ്റ്റ് അപ്പർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് ട്രാൻസിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റേഡിയേഷന്റെ ഫ്രീക്വൻസി ന്യൂ ആണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ നമുക്ക് പറയാം ഒരു റിലേഷൻ എന്തുവാ, E=H ന്യൂ എന്നൊരു റിലേഷൻ പറഞ്ഞൂടെ പറയാം. ഇവിടുന്ന് ന്യൂ ഈസിക്കൽ ടു എന്താന്ന് പറയടാ, E/H എന്ന് പറയാം. ഇപ്പൊ നമുക്ക് കിട്ടി ജൂണില് എത്രയാണ്, 3.68 into 10⁻⁻90 ഡിവൈഡഡ് ബൈ എച്ചിന്റെ വാല്യൂ എത്രയാണ്, 6.62 into 10⁻34. ഓക്കെ അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടൂടാ, ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് 5.55 into 10⁻14 ഹെർട്സ് എന്ന് കിട്ടും. എത്ര കിട്ടും, 5.55 into 10⁻14 ഹെർട്സ്. അപ്പൊ എനിക്ക് ഫ്രീക്വൻസി എത്ര എഴുതാം, ഫ്രീക്വൻസി എനിക്ക് 5.6 into 10⁻14 ഹെർട്സ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 5.6 into 10⁻14 ഹെർട്സ്. Question number 12.4. The ground state energy of hydrogen atom is -13.6 electron volt. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, അതായത് നമുക്ക് ടോട്ടൽ എനർജി ആയിട്ട് എടുക്കാം. ടോട്ടൽ എനർജി എത്രയാണ്, -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. മാത്രമല്ല കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി സ്റ്റേറ്റ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി ആണ്. അപ്പൊ എത്ര കിട്ടും, -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. അത് എത്ര കിട്ടും, 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്നത് നമുക്ക് പറയാം, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 2 times ടോട്ടൽ എനർജി എന്ന് പറയാം. 2 times ടോട്ടൽ എനർജി. അപ്പൊ എന്ത് വരും, 2 into -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. അത് എത്ര കിട്ടൂടാ, -27.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി എത്ര കിട്ടി, 13.6 ഇലക്ട്രോൺ വോൾട്ട്. പൊട്ടൻഷ്യൽ എനർജി എത്ര കിട്ടി, -27.2 ഇലക്ട്രോൺ വോൾട്ട് എന്നും കിട്ടി. ഇവിടെ നമുക്ക് മനസ്സിലാവും കൈനറ്റിക് എനർജി എന്താണ്, എപ്പോഴും പോസിറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജി എന്തായിരിക്കും ഇവിടെ, നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12.5. എന്തോ ക്വസ്റ്റ്യൻ ഈ പറയുന്നേ, എ ഹൈഡ്രജൻ ആറ്റം ഇനിഷ്യലി ഇൻ ദ ഗ്രൗണ്ട് ലെവൽ അബ്സോർബ്സ് എ ഫോട്ടോൺ which excites it to be the n equal to 4 level. Determine the wavelength and frequency of photon.
അതായത് ഒരു ഹൈഡ്രജൻ ആറ്റം എന്താണ് ഇനിഷ്യലി ഗ്രൗണ്ട് ലെവലിലാണ് അത് എന്ത് ചെയ്യുന്ന ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അത് എന്തിലോട്ട് എക്സൈറ്റ് ചെയ്യുന്നു? N=4 ലെവലിലോട്ട് എന്ത് ചെയ്യുന്നടാ? അത് എക്സൈറ്റ് ചെയ്യുന്നു. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേലെന്നും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? വേലെന്നും കണ്ടുപിടിക്കണം, എന്ത് കണ്ടുപിടിക്കണോടാ? ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം അല്ലേ? ലാംഡ ഈസിക്കൽ എന്ത് വരും? ലാംഡ അല്ല, 1/λ ഈസിക്കൽ നമുക്ക് എങ്ങനെ എഴുതാം? R×1/n1² - 1/n2². അപ്പൊ 1/λ ഈസിക്കൽ ആറിന് നമുക്ക് എത്ര കൊടുക്കാം? 10⁻⁷ കൊടുക്കാം. 10⁻⁷ ഇൻറ്റു 1/1² - 1/4². ദാറ്റ് ഈസ് 1/λ ഈസിക്കൽ 10⁻⁷ ഇൻറ്റു 1 - എന്ത് വരും? 1/16 എന്ന് വരും. ഇത് എത്ര കിട്ടാം? 1/λ ഈസിക്കൽ 15/16 ഇൻറ്റു എത്രയെന്ന് കിട്ടോടാ? 10⁻⁷ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കേടാ. അപ്പൊ ലാംഡ ഈസിക്കൽ എത്രയെന്ന് കിട്ടും? 16/15 ഇൻറ്റു 10⁻⁻7 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 16/15 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.06 കിട്ടും. അപ്പം ലാംഡ എത്ര കിട്ടൂടാ? 1.06 ഇൻറ്റു 10⁻⁻7 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വേലെന്ത് കിട്ടി. അപ്പൊ വേലെന്ത് ലാംഡ എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ലാംഡയും തമ്മിലുള്ള റിലേഷൻ എന്താ? ന്യൂ ഈസിക്കൽ C/λ. അപ്പൊ ഇവിടെ നിന്ന് ന്യൂ ഈസിക്കൽ നമുക്ക് ന്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? സി എത്രയാണ്? 3 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ എന്ന് കിട്ടും 1.06 ഇൻറ്റു 10⁻⁻7 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ 3 ഡിവൈഡഡ് ബൈ 1.06 ഇൻറ്റു 10⁻8 ഇൻറ്റു 10⁻7 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3 ഡിവൈഡഡ് ബൈ 1.06 ഇൻറ്റു 10 എത്രയെന്ന് കിട്ടുമോടാ? 10⁻15 എന്ന് കിട്ടാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 3 ഡിവൈഡഡ് ബൈ 1.06 അത് ചെയ്യുമ്പോൾ അറൗണ്ട് എത്രയായിരിക്കും കിട്ടുന്നത്? 2.83 ഇൻറ്റു 10⁻15 എന്ന് കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി എത്ര കിട്ടും? 2.83 ഇൻറ്റു 10⁻15 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഫ്രീക്വൻസി ആയി, ലാംഡയായി. അപ്പൊ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട 2 റിലേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെ റിലേഷനാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്? 1/λ ഈസിക്കൽ ടു R ഇൻറ്റു 1/n1² - 1/n2²ഉം ന്യൂ ഈസിക്കൽ ടു എന്താണ്? C/λ. ക്ലിയർ അല്ലേ? ഓക്കെ. Question number 12.7. The radius of the innermost electron orbit of a hydrogen atom is 5.3 into 10⁻⁻11 meter. What are the radius of the n=2 and n=3 orbit? അപ്പൊ n=2 അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഈസിക്കൽ ടു നമുക്ക് എങ്ങനെ പറയാം? n² ഇൻറ്റു R0 എന്ന് പറയാം. അതായത് ഇന്നർമോസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ് R0 എങ്കിൽ Rn ഈസിക്കൽ ടു എന്തുവാണ് റിലേഷൻ? n² ഇൻറ്റു R0. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യമൊക്കെയാണ് n=2 ആകുമ്പോൾ റേഡിയസ്, n=3 ആകുമ്പോൾ റേഡിയസ്. അപ്പൊ നമുക്ക് എഴുതാം ഫോർ n=2 R2 ഈസിക്കൽ ടു എന്തെഴുതാം? 2² ഇൻറ്റു 5.3 ഇൻറ്റു 10⁻⁻11 എന്ന് എഴുതാലോ. അത് എത്ര കിട്ടും? 4 ഇൻറ്റു 5.3 ഇൻറ്റു 10⁻⁻11 ഈസിക്കൽ ടു 2.12 ഇൻറ്റു 10⁻⁻10 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തേർഡ് ഓർബിറ്റിന്റെ കണ്ടുപിടിക്കണം. R3 ഈസിക്കൽ ടു അവിടെ എന്ത് വരും? 3² ഇൻറ്റു R0 5.3 ഇൻറ്റു 10⁻⁻11 ഈസിക്കൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 5.3 ഇൻറ്റു 10⁻⁻11 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമോടാ? 4.77 ഇൻറ്റു 10⁻⁻10 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 4.77 ഇൻറ്റു 10⁻⁻10 മീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 12.8. A 12.5 electron volt beam is used to bombard gaseous hydrogen at room temperature. What series of wavelength be emitted? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി എത്ര തന്നിട്ടുണ്ടടാ? 12.5 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി എന്ന് തന്നിട്ടുണ്ട്. Question number 12.8. A 12.5 electron volt beam is used to bombard gaseous hydrogen at room temperature. What series of wavelength will be emitted? ഒരു 12.5 ഇലക്ട്രോൺ വോൾട്ട് ബീം എന്ത് ചെയ്ത് യൂസ് ചെയ്തൊരു എന്ത് ചെയ്യാൻ? ഒരു ഗേഷ്യസ് ഹൈഡ്രജനെ റൂം ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ? ബോംബാർഡ് ചെയ്യാൻ യൂസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ 12.5 ഇലക്ട്രോൺ വോൾട്ട് ആണ് യൂസ് ചെയ്തത് എങ്കിൽ അവിടെ എമിറ്റ് ചെയ്യുന്ന വേവ്ലെന്ത് ഏതൊക്കെ വേവ്ലെന്ത് എമിറ്റ് ചെയ്യാനാ ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് ഇത് തമ്മിൽ അല്ലെങ്കിൽ ഒരു ഡെൽറ്റ ഇ ആണ് ഇവിടെ എത്ര കിട്ടിയത്? 12.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഡെൽറ്റ ഇ 12.5 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അത് ഏത് സീരീസിൽ നിന്നായിരിക്കും എമിറ്റ് ചെയ്യുന്നത്? അതായത് n=, എത്ര വാല്യൂ നിന്നായിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ?
അതായത് ആരൊക്കെ തമ്മിലുള്ള രണ്ട് ഇൻവാല്യൂ ഉണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എത്രയാകുമ്പോഴാണ് 12.5 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഡിഫറൻസ് ചെയ്യുന്നത് നോക്കണം. അപ്പൊ നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. (2) ആകുമ്പോൾ -3.4 ഇലക്ട്രോൺ വോൾട്ട് ആവും. (3) ആകുമ്പോൾ -1.5 ഇലക്ട്രോൺ വോൾട്ട് ആവും. ആവത്തില്ലേ? അപ്പൊ 12.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ളതാണ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിന് (1)നും (3)ക്കും ഇടയ്ക്കുള്ള എന്താണ് എനർജിയാണ് എറൗണ്ട് ഒരു 12.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഇത് 1 - 1.1 ആയിട്ട് എടുത്താൽ എന്ത് ചെയ്യും? 12.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെ തമ്മിലുള്ളതാ? (1)നും (3)യും തമ്മിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കുള്ളത് ഡെൽറ്റ ഇ തന്നാൽ അത് എവിടെ നിന്ന് എങ്ങോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എത്ര ലൈൻ വരെ ഇത് ചെയ്യാം എന്ന് നമ്മൾ കണ്ടുപിടിക്കാം എന്നിന്റെ കാര്യം. അപ്പൊ ഇവിടെ (3) തൊട്ട് (1) വരെയാണ് നമുക്ക് മനസ്സിലായി അല്ലേ? അതെ. ഇനി (3)യും (1) അവിടെ എവിടെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ലൈൻ ഫോം ചെയ്യാം? ഏതൊക്കെ സീരീസ് നമുക്ക് ഫോം ചെയ്യാം? ഡയറക്റ്റ് എന്ത് ചെയ്യാടാ? (3)യിൽ നിന്ന് (1)ലോട്ട് എന്ത് ചെയ്യാം? ഇലക്ട്രോൺ ജമ്പ് ചെയ്യാം. ഡയറക്റ്റ് ഇങ്ങനെ ജമ്പ് ചെയ്യാം അല്ലേ? ഇതെന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ലൈമാൻ സീരീസിന്റെ ഒരു ലൈൻ ഫോം ചെയ്യും. ഇത് ഒരു ഫോം. ഇനി എങ്ങനെ ചെയ്യാം? (3)യിൽ നിന്ന് (2)ലോട്ട് ഒരു ലൈന് ജമ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ഇലക്ട്രോൺ എങ്ങനെ ജമ്പ് ചെയ്യാം? (2)യിൽ നിന്ന് (1)ലോട്ടും ജമ്പ് ചെയ്യാം. അപ്പൊ 1, 2, 3 വേവ് ലെങ്ത് 3 സീരീസ് ഓഫ് വേവ് ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് എമിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്ന് വീതം കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? അത് (n=1) നിന്ന് അല്ലെങ്കിൽ എന്താ (n=3) നിന്ന് (n=1) ജമ്പ് ചെയ്തെന്ന് നോക്കാം. അപ്പൊ അവിടുന്ന് 1/λ = r × 1/1² - 1/3². അപ്പൊ എത്ര കിട്ടും? 1/λ = ആറിന് നമുക്ക് 1.0997 × 10⁻⁷ ഇട്ട് കൊടുക്കാം. × 1/1 - 1/9 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1/λ = എന്ത് വരും? 1.09 × 10⁻⁷ × 8/9 എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് λ = 102.55 നാനോമീറ്റർ എന്ന് കിട്ടും. ഇത് ഒരു സീരീസിന്റെ വേവ് ലെങ്ത്. ഓക്കെ അല്ലേ? അതായത് ഒരു വേവ് ലെങ്ത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാം. ഇത് 1. ഇനി ഇലക്ട്രോൺ എവിടെ നിന്ന് ജമ്പ് ചെയ്യാം? (n=2)ൽ നിന്ന് (n=1)ലോട്ട് ജമ്പ് ചെയ്യാം. ചെയ്തൂടെ? ചെയ്യാം. then ഏതാ അത്? ഇത് (n=2)ൽ നിന്ന് (n=1)ലോട്ട് ജമ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് 1/λ = 1.09 × 10⁻⁷ × 1 - 1/2² വരും. അതായത് 1/4 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/λ = 1.09 × 10⁻⁷ × 3/4 എന്ന് കിട്ടും. ഇവിടുന്ന് λ എത്ര കിട്ടും? 121.54 നാനോമീറ്റർ എന്ന് കിട്ടും. ഇവിടുന്ന് λ എത്ര കിട്ടാം? 121.54 നാനോമീറ്റർ എന്ന് കിട്ടും. ഇത് രണ്ടാമത്. ഇനി നമുക്ക് ഏതുണ്ടെന്നാ പറഞ്ഞു? ഇനി നമുക്ക് ഒരു കേസ് കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇത് ഫസ്റ്റ് കേസ്, ഓക്കെ. നമുക്ക് ഇങ്ങോട്ട് നീട്ടാവേ. അപ്പം ഇത് നമ്മൾ 2 കേസ് പറയണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ കേസ് പറയാം. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത്? (n=3) ന്ന് 1ലോട്ടൊന്നും ചാടി (n=2) ന്ന് 1ലോട്ടൊന്നും ചാടി. ഇനി എവിടെ നിന്ന് ജമ്പ് ചെയ്യാം? (n=3) ന്ന് 2ലോട്ട് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? സെക്കൻഡ് കേസ്. അപ്പൊ ഫ്രം (n=3) to (n=1). അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/λ = r × 1/1² - 1/3². That is 1/λ = r × 1 - 1/9 എന്ന് വരും. ഓക്കെ അല്ലേ? (n=3) ന്ന് (n=2) അല്ലേ? സോറി (n=3) ന്ന് (n=2) ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 2² വരും. 1/2² × -1/3². ഇവിടെ എന്ത് വരും? 1/4 - 1/9 എന്ന് വരും. ദാറ്റ് ഈസ് 1/λ = 1.09 × 10⁻⁷ × 5/36 എന്ന് കിട്ടും. ഇവിടുന്ന് λ = എത്ര കിട്ടൂടാ? 656.33 നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 3 കേസിന് നമുക്ക് എന്ത് കിട്ടി? λ കിട്ടി. അപ്പം ഈ 3 റേഡിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന ഒരു സീരീസ് ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ അകത്ത് 2 എണ്ണം ഇങ്ങോട്ടുള്ളതാണ്, നമ്മുടെ ലൈമാൻ സീരീസിലോട്ടുള്ളതാണ്. (n=1)ലോട്ടുള്ളതാണ് ലൈമാൻ സീരീസിന്റെ 2 വേവ് ലെങ്ത്. പിന്നെ ഒരെണ്ണം എന്ത് കിട്ടും? ബാൾമർ സീരീസ്. ഒരു ബാൾമർ സീരീസിൽ ഒരു വേവ് ലെങ്തോടെയും കിട്ടും. അപ്പൊ എവിടെയൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ എന്താണ്? ലൈമാൻ സീരീസിന് 2 വേവ് ലെങ്തും കിട്ടും. ബാൾമർ സീരീസിൽ എത്ര വേവ് ലെങ്ത് കിട്ടും? 1 വേവ് ലെങ്തും കിട്ടും. അങ്ങനെ 3 സീരീസ് ഓഫ് വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ആ ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്.
Okay അല്ലേ? Okay. Next question. Question number 12.9. In accordance with the Bohr's model, find the quantum number that characterizes the Earth's revolution around the Sun in an orbit of radius 1.5 into 10 raised to 11 meter with orbital speed 3 into 10 raised to 4 meter per second. മാസ് ഓഫ് ദി എർത്ത് തന്നിട്ടുണ്ട് 6 into 10 raised to 24. നമുക്ക് എന്താ കാണേണ്ടത്? ബോർ മോഡലിന് അക്കോർഡൻസ് ആയിട്ട് നമുക്ക് എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതിന്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്, ഓർബിറ്റൽ സ്പീഡ് തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം. റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 1.5 into 10 raised to 11 മീറ്റർ തന്നിട്ടുണ്ട്. ഓർബിറ്റൽ സ്പീഡ് v എത്ര തന്നിട്ടുണ്ട്? 3 into 10 raised to 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ് ഓഫ് എർത്ത് എന്നിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 6 into 10 raised to 24 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബോർ മോഡൽ അനുസരിച്ച് അവിടെ ആംഗുലർ മൊമെന്റ് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം MVR ഈസിക്കൽ ടു എങ്ങനെ എഴുതാടാ? NH ഡിവൈഡഡ് ബൈ 2π എന്ന് എഴുതാം. എഴുതാലോ? എഴുതാം. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. n ഈസിക്കൽ ടു ഇവിടെ നിന്ന് എന്ത് കിട്ടും? MVR into 2π ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് 2π ഇൻറ്റു മാസ് എത്രയാണ്? 6 into 10 raised to 24 ഇൻറ്റു ഓർബിറ്റൽ സ്പീഡ് എത്രയാണ്? 3 into 10 raised to 4 ഇൻറ്റു ആർ എത്രയാണ്? 1.5 into 10 raised to 11 ഡിവൈഡഡ് ബൈ എച്ചിന്റെ വാല്യൂ എത്രയാ? 6.6 into 10 raised to -34. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6ഉം 3യും കൂടെ 18 എഴുതാം. 18 ഇൻറ്റു എന്ത് വരും? 3/2 എന്ന് വരും. അപ്പൊ 2π ഇൻറ്റു 18 ഇൻറ്റു 1.5 എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 6.6 ഇൻറ്റു 10 raised to ഇവിടെ എത്ര കിട്ടും? 28 കിട്ടും അല്ലേ? 28 എന്ന് കിട്ടും. 28 ഇൻറ്റു 10 raised to 34 ഇൻറ്റു 10 raised to 11 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഈ 2ഉം 2 എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. എന്നിട്ട് എന്ത് ചെയ്യാം? 3യും 6.6 വെട്ടി ഇവിടെ എത്ര കിട്ടും? 2.2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം 18 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 2.2 ഇൻറ്റു 10 raised to 28 11 എത്ര കിട്ടുവാടാ? 39 കിട്ടും. 10 raised to 39 ഇൻറ്റു 10 raised to 34 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ അറൗണ്ട് എത്ര കിട്ടും? 2.6 ഇൻറ്റു 10 raised to 74 എന്ന് കിട്ടും. അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര കിട്ടി? 2.6 ഇൻറ്റു 10 raised to 74 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇതിന്റെ ആൻസർ എത്ര കിട്ടിയടാ? 2.6 ഇൻറ്റു 10 raised to 74 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്താ? ആംഗുലർ മൊമെന്റം L ഈസ് എന്തെന്ന് നമ്മൾ പറയുന്നത്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. L എന്താണ്? h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ MVR ഈസിക്കൽ ടു എത്രയാണ്? NH/2π. ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ?